ഹലോ ഫ്രണ്ട്സ്, ഞാൻ ലിജി. കിഡ്സ് ഏരിയ ഓൺലൈനിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 വീഡിയോകളും നിങ്ങൾ കണ്ടു കാണും. കണ്ടിട്ടില്ലാത്തവർക്കായി ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളെ എഴുതുവാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ആൽഫബറ്റ്സ് കുഞ്ഞുങ്ങളെ എഴുതിക്കുന്നതിന് മുൻപ് മലയാളം ലെറ്റേഴ്സ് ആയാലും ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയാലും കുഞ്ഞുങ്ങളെ എഴുതുവാൻ പഠിപ്പിക്കുന്നതിന് മുൻപ് ചെയ്യിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കൂടുതൽ കുഞ്ഞുങ്ങളും 3 വയസ്സിനും 4 വയസ്സിനും ഇടയിലാണ് ലെറ്റേഴ്സ് എഴുതി തുടങ്ങുന്നത്. 2.5 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് വരയ്ക്കുവാൻ പഠിപ്പിക്കാം. അതായത് കറക്റ്റ് ലൈനിൽ വരയ്ക്കുവാൻ പഠിപ്പിക്കണം. അതാണ് 2.5 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെ നമ്മൾ ചെയ്യിക്കേണ്ടത്. എന്നാൽ മാത്രമേ അവർക്ക് അക്ഷരങ്ങൾ നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അവരുടെ കൈകൾ ബാലൻസ് ചെയ്ത് എഴുതാൻ അവർ പഠിക്കണം. അതിനുവേണ്ടി കുറച്ച് ലൈൻസ് നമ്മൾ പഠിപ്പിക്കണം. അതാണ് 2.5 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെ അവർ ചെയ്യുന്നത്. 4 തരത്തിലുള്ള ലൈൻസ് ആണ് ഉള്ളത്. ഇത് കുട്ടികളെ പഠിപ്പിച്ചാൽ ലെറ്റേഴ്സ് ഈസിയായി എഴുതാൻ കഴിയും. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദി ആയാലും കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ ലൈൻ സ്റ്റാൻഡിങ് ലൈൻ. സ്റ്റാൻഡിങ്, നിൽക്കുക എന്നതുപോലെ തന്നെയാണ് ഈ ലൈനും. മുകളിൽ നിന്ന് താഴോട്ടായാലും താഴെ നിന്ന് മുകളിലോട്ടായാലും സ്റ്റാൻഡിങ് ഇതുപോലെ വരയ്ക്കുന്ന ലൈനാണ് സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളെ ചെയ്യിക്കേണ്ടത് കുഞ്ഞുങ്ങളെ കൊണ്ട് വെറുതെ ഇതുപോലെ വരപ്പിക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ബാലൻസ് ആയിട്ടായിരിക്കില്ല വരയ്ക്കുന്നത്. ഒരു ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബുക്കിന്റെ ആദ്യം മുതൽ അവസാനം വരെ അവർ വെറുതെ നമ്മൾ ഇങ്ങനെ വരപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യിക്കേണ്ടത്. ഒരു ബുക്ക് കൊടുക്കുക, ബുക്ക് കൊടുത്തതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് വരപ്പിക്കുക. ഇതുപോലെയുള്ള സാധാരണ ബുക്കിൽ, സ്കൂൾ ബുക്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വരപ്പിക്കാം. വരയിട്ടതോ വരയിടാത്തതോ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എന്താണോ വാങ്ങി നൽകാൻ ആഗ്രഹിക്കുന്നത് അതുപോലുള്ള ബുക്ക് മതി. അതിൽ കുഞ്ഞുങ്ങളെ വരപ്പിക്കുക. എത്രത്തോളം വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വരപ്പിക്കുക. അവരുടെ കൈ സ്ട്രോങ് ആവും. അതിനനുസരിച്ച് അവർ ബാലൻസ് ആവുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ എപ്പോഴും വെറുതെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അവർ പെട്ടെന്ന് മടുത്തു പോകും. അപ്പോൾ നമുക്ക് അവർക്ക് കൂടുതൽ താല്പര്യം തോന്നുവാനായിട്ട് ഇതുപോലെ പിക്ചേഴ്സ് വരയ്ക്കാം. എന്തെങ്കിലും പടങ്ങൾ വരയ്ക്കാം. ഒന്ന് നിങ്ങൾക്ക് പടങ്ങൾ ഒട്ടിക്കാം. ഒട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വരച്ചിട്ടോ ഇതുപോലെ താഴേക്ക് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അവരോട് പറയാ ഈ വരയിൽ കൂടെ വരയ്ക്കാൻ പറയാം. ഇതിപ്പോ സ്കൈ ആണ്. സ്കൈയിൽ നിന്ന് മഴ പെയ്യുകയാണ്. അപ്പോൾ ഈ മഴത്തുള്ളി എങ്ങനെയാ താഴേക്ക് വരുന്നത് എന്ന് ചോദിച്ചതിന് ശേഷം അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് മുകളിലൂടെ ഇങ്ങനെ വരപ്പിക്കുക. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ ഇതിപ്പോ ബലൂണാണ്. ഈ ബലൂണിനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ബലൂണിനെ നമുക്ക് പറത്തിവിടാം. ബലൂണിനെ പറത്തിവിടാനായിട്ട് അതിന് നമുക്ക് ഒരു നൂല് കെട്ടിക്കൊടുക്കാവോ? അതെ, നമുക്ക് ബലൂണിന് ഒരു നൂല് കെട്ടിക്കൊടുക്കാം. ബലൂണിന് നൂല് കെട്ടിക്കൊടുത്തു. അതുപോലെ നമ്മളിങ്ങനെ ഇതിനൊക്കെ ചെയ്യിക്കാം. ഇത് എൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്. ഞാൻ എൻ്റെ കുഞ്ഞിനെ ചെയ്യിക്കാനായിട്ട് ചെയ്ത ഐഡിയകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയത്തിൽ ചെയ്യാം. സ്റ്റാൻഡിങ് ലൈൻ നമുക്കിതുപോലെ കുഞ്ഞുങ്ങളെ വരയ്ക്കുവാൻ പഠിപ്പിക്കാം. ഇത് ചിലന്തി വലയാണ്. ചിലന്തികളെ കണ്ടോ? ഈ ചിലന്തികൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുവാണ്. എങ്ങനെയാ അവർ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയത്? ഏത് വഴിയാണ് അവർ മുകളിൽ നിന്ന് താഴോട്ട് വന്നത്? ഇതുവഴി അവർ മുകളിൽ നിന്ന് താഴേക്ക് വന്നു. ഇത് ഒരാശയം. അതുപോലെ ചെടിയുടെ തണ്ട്, ചെടി വളരുന്നത്. ഇതൊരു പൂവാണ്. ഈ പൂവിന്റെ ചെടി എവിടെയാണ്? ഇതാ കാണുന്നു പൂവിന്റെ ചെടി. നമുക്ക് പൂവിന്റെ ചെടി വരച്ചാലോ? ഇങ്ങനെയാണ് പൂവിന്റെ, ഈ പൂവ് വളർന്നു വരുന്ന തണ്ട് ഇതാണ്. ഇത് ഒരു മരമാണ്. മരത്തിൽ നിന്ന് ഇല പൊഴിഞ്ഞു വീഴുന്നതായിട്ടാണ് വരച്ചിരിക്കുന്നത്. അതും കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ ഇല എങ്ങനെയാ താഴേക്ക് വരുന്നത്? ഈ ഇല ഇതുപോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു. ഇത് നിങ്ങൾക്ക് വെറുതെ വരയ്ക്കുകയോ പിക്ചർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇത് വാട്ടർ ടാപ്പ്. കണ്ടോ, വെള്ളം തുറന്നു. വെള്ളം തുറന്നപ്പോൾ പാത്രത്തിലേക്ക് വെള്ളം വീഴുന്നു. ഈ തുള്ളി വെള്ളം താഴോട്ട് ഇങ്ങനെ വരുന്നു. താഴോട്ട്. അതെ, വെള്ളം താഴോട്ട് വന്നു, പാത്രത്തിൽ വന്നു. നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് ഇതുപോലെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ റൗണ്ട് വരച്ചതിന് ശേഷം റൗണ്ടുകൾ തമ്മിൽ യോജിപ്പിക്കുക. ചെറിയ റൗണ്ട് ആകാം, വലിയ റൗണ്ട് ആകാം. ഞാനിപ്പോൾ റൗണ്ട് വരച്ചിട്ട് അതിൽ ക്രയോൺസ്
വെച്ച് കളർ ചെയ്തിരിക്കുന്നതാണ്. യെല്ലോയും യെല്ലോയും തമ്മിൽ യോജിപ്പിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം റൗണ്ട് വരച്ച് റൗണ്ടിന്റെ ഇടയിലുള്ള ലൈനിന്റെ നീളം കുറയ്ക്കുക. കുറച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുക. വീണ്ടും കുറച്ചുകൂടെ കുറയ്ക്കുക. ഇതിപ്പോൾ 2 ലൈനാണ്. 2 ലൈൻ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അതും കുഞ്ഞുങ്ങളെ കൊണ്ടിങ്ങനെ വരപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലൈൻ വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് 4 ലൈൻസിന്റെ ബുക്ക് കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ 4 ലൈൻസ് വരച്ചിട്ടായാലും നിങ്ങൾ അതിൽ ഇതേ രീതിയിൽ 4 ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. കുഞ്ഞുങ്ങളോട് ഇങ്ങനെ വരയ്ക്കാൻ പറയുക. അതുപോലെ തന്നെയാണ്. അങ്ങനെ വരപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം 2 ലൈനിൽ ഇട്ട് കൊടുക്കുക. 2 ലൈനിൽ ചെറുതായിട്ട് ഇങ്ങനെ വരപ്പിക്കുക. അപ്പോഴവർ ഇങ്ങനെ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യം അവർ വെറുതെ വരച്ചതാണ്. വെറുതെ വരച്ചതിന് ശേഷം അവരിങ്ങനെ ഒരു ലൈനിൽ കൂടെ വരയ്ക്കാൻ തുടങ്ങി. അവർ ബാലൻസ് ആയി തുടങ്ങി. അതിനുശേഷം ചെറുതായി ഇതുപോലെ വന്നു. ഇനി നമുക്ക് H എഴുതണമെങ്കിൽ സ്റ്റാൻഡിങ് ലൈൻ, 2 സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കണം. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അതുപോലെ I വരയ്ക്കണം. I വരയ്ക്കാനായിട്ടൊരു സ്റ്റാൻഡിങ് ലൈൻ വേണം. പല അക്ഷരങ്ങൾ എഴുതുവാൻ നമുക്ക് സ്റ്റാൻഡിങ് ലൈൻ അത്യാവശ്യമാണ്. അപ്പോൾ സ്റ്റാൻഡിങ് ലൈൻ ആദ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നത് നിർബന്ധമാണ്. ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമുക്ക് പെട്ടെന്ന് എഴുതുവാൻ ശീലിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സ്റ്റാൻഡിങ് ലൈനെ കുറിച്ചാണ് പഠിച്ചത്. ഇനിയും 3 ലൈൻസ് ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ആദ്യമേ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ അക്ഷരങ്ങൾ എഴുതുവാനായിട്ടും നല്ല ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് പഠിപ്പിച്ചെടുക്കാനും പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്